മനോഹരമായ സാംസ്കാരികമായ ഒരു പ്രഭാവം. നമ്മുടെ മനസ്സിനെ മാറ്റുന്ന പക്വത നിറഞ്ഞ നിമിഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക്. നിത്യം വിരാജിക്കും ജഗദീശ്വര അച്ചുക്കുട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ കോളേജിൽ നിന്ന് എത്തുന്ന സമയം കഴിഞ്ഞല്ലോ. മോളെ, നീ അവനെ വിളിച്ചു നോക്കിക്കേ. വിളിക്കാൻ മുത്തശ്ശി. അവൻ ഇപ്പോൾ നമ്മുടെ പഴയ അച്ചു അല്ല. അവനിൽ ഒരുപാട് മാറ്റമുണ്ടായി. നീ ഒന്ന് കൂടിയമല്ലോ, അവൻ നമ്മുടെ കൊച്ചുമകനല്ലേ. മുത്തശ്ശി, ദേ അണ്ണൻ വരുന്നു. ഓ, സമാധാനമായി. ഈശ്വരോ രക്ഷത്. എന്താ ചൂട്ടാ നീ ഇത്ര വൈകിയത്? നീ എന്താ ഇത്ര ദേഷ്യത്തിൽ? വിശക്കുന്നില്ലേ? വേഗം പോയി കുളിച്ചു വാ. മുത്തശ്ശി ഭക്ഷണം എടുത്ത് വെക്കാം. എനിക്കൊന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്. കയറി വരുമ്പോ തന്നെ ഓരോന്ന് പറഞ്ഞ് പുറകെ നടന്നോളൂ. അമ്മ പറയുന്നത് ശരിയാ, ഒരു സ്വൈര്യം തരില്ല. മോനെ ചൂട്ട, നീ ഇങ്ങനെയൊന്നും പറയരുത്. നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നതാണ് ഈ മുത്തശ്ശി. അത് മറന്ന് മോനൊന്നും പറയരുത്. മോനെ സുഖമാണോ? അമ്മ പറയുന്നത് വളരെ ശരിയാ. ഞാനിവിടെ മടുത്തു. ഒരു സ്വാതന്ത്ര്യമില്ല. പഴംപുരാണം കേട്ടി ഞാൻ മടുത്തു. നിങ്ങളെന്നാ വരിക? എനിക്കിവിടെ നിൽക്കണ്ട. ഞങ്ങൾ ഉടനെ തന്നെ എത്താൻ നോക്കാം. മോന്റെ പഠിപ്പിന് ഇങ്ങോട്ടാക്കാം. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ മക്കളിങ്ങ് എത്തിയോ? ഇതെല്ലാം ഒരു മുന്നറിയിപ്പില്ലാതെ. മക്കളെ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? അതെ. കുറച്ചു നാള് നമ്മുടെ വീട് സ്വർഗമായിരിക്കും. അവര് പോണത് വരെ നമുക്ക് ഇന്നും ഓണമായിരിക്കും. അയ്യടോ, തമ്പ്രാട്ടിയും എത്തിയല്ലോ. എന്നാൽ ഈ മംഗളശ്ശേരി തറവാട്ടിൽ ഉത്സവം തന്നെ അല്ലേ? അതേടാ പോരാ. അതിന് പ്രത്യേകിച്ച് നീ പറയേണ്ട കാര്യമുണ്ടോ? കമലം, അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞങ്ങളിപ്പോൾ ഒന്നും വേണ്ട. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുന്നു. മക്കളെ, നിങ്ങൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ.
കുളിച്ച് ഫ്രഷായി വന്ന് ഒരു ഉറക്കം കഴിഞ്ഞാവാം. ഇനി ബാക്കി ചെല്ലേ. പറ്റില്ല. അവർക്കെന്തോ ഒരു ദേഷ്യം പോലെ ഉണ്ട് നമ്മളോട്. ഓ, നിനക്ക് തോന്നുന്നതാവും. അവനൊരുപാട് തിരക്കുള്ളവരല്ലേ. അതിൻ്റെ തമ്പ്ര, ഈ ഓഴം വിള തീരെ കുറവാണല്ലോ. ഓ, എന്നും ഒരുപോലെ ആവൂട പോരാ. അവക്കും അഡ്വാൻസ്റ്റൊക്കെ വേണ്ടേ? അമ്മേ, അച്ഛ, ഇത്ര വേഗം നിങ്ങൾ വന്നല്ലോ. എൻ്റെ പൊന്നമ്മയല്ലേ, എനിക്ക് സന്തോഷമായി. അമ്മേ, നമ്മൾ എപ്പോൾ പോകും? ഞാനെല്ലാം തയ്യാറാക്കി വെക്കട്ടെ. ശരി മോനെ. പാറക്കുട്ടിയെ കൂടെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ വേണോ? വേണം. നിങ്ങൾ ഇങ്ങനെ പറയുക. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തനിച്ചാവുമല്ലോ. അതുകൊണ്ട് നിങ്ങളെ സുരക്ഷിതമായ 2 സ്ഥലങ്ങളിലേക്ക് മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതിയെന്ന്. ദൈവമേ, ഞാനിത് അവളെങ്ങനെ അറിയിക്കും? എനിക്ക് വയ്യ. അച്ഛ, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ നാളെ കഴിഞ്ഞ് മക്കളെ കൊണ്ട് പോവാ. ഞങ്ങളൊന്ന് പോയോ പിന്നെ നിങ്ങൾ തനിച്ചാവില്ലേ? അതിനെൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരെയും വളരെ സേഫായ 2 ഇടങ്ങളെ ഏൽപ്പിച്ചു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ ഇതിനൊപ്പം സഹകരിച്ചേ പറ്റൂ. എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ അച്ഛനെ കൊണ്ടുപോവാണെന്നോ? വേണം. ഇനി നാളെ ഇവിടെ കൂടെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനിവിടെ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? നല്ലൊരു ചെക്കനായിരുന്നു അവൻ. അവൻ്റെ രീതികളെല്ലാം മാറി പറഞ്ഞു. എൻ്റെ മകനെ ഈ പരുവം വരെ എത്തിച്ചിട്ട് എന്താ പ്രശ്നമെന്നോ? ബാക്കി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മക്കളെ, ഞങ്ങളിവിടെ 2 പേരെ ഞങ്ങളുടെ മക്കളെ വളർത്തിയത് കാര്യമായിട്ടാണ് നോക്കിയത്. ആ ഞങ്ങളോടൊന്നും ഇങ്ങനെ പറയില്ലേ മക്കളെ. ഞങ്ങൾക്ക് താങ്ങാനാവില്ല. ഞാനൊന്ന് നടക്കാൻ പോയിട്ട് വരാം. അയ്യോ, എന്നെ ഉപദ്രവിക്കില്ല മക്കളെ, എന്നെ ഉപദ്രവിക്കില്ല. ഇവിടെ ഇരിക്കൂ. വല്ലതും പറ്റിയോ? ഇല്ല മോനെ, ഇതിലും വേഗം അവന്മാരെന്നെ അടിച്ചു കൊല്ലുന്നതായിരുന്നു. ശോ, അങ്ങനെയൊന്നും പറയല്ലേ. മോനറിയുമോ, രോഗിയായി എൻ്റെ ഭാര്യയെ ചികിത്സിക്കാതിരുന്നു എൻ്റെ മക്കൾ. എൻ്റെ പ്രാണനായിരുന്നു അവൾ. വീട്ടിൽ കിടന്നാ മരിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവനും ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ 4 മാസമായി ഞാൻ ഇങ്ങനെ കഴിയുക. ദൈവമേ, മോനെ, നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കൾ പുണ്യം ചെയ്തവരാണ്. അവർക്ക് നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരു മോനെ കിട്ടിയല്ലോ. അതിൽ പല സന്തോഷം ഒരു പിതാവിനെ കിട്ടാനില്ല മോനെ. എൻ്റെ മക്കൾ നന്നായി വരും. ഇത് ഈ തുക വെച്ചോളൂ. പലതിനും ഉപയോഗിക്കും. വേണ്ട മോനെ, നിന്നെ പോലെ നല്ല മനസ്സുള്ള മക്കളുടെ സ്നേഹത്തിന് മുമ്പിൽ
ഈ തുകയ്ക്ക് പ്രസക്തിയില്ല. സാരമില്ല. ദൈവമേ, ഞാൻ എന്തൊരു പാപിയാണ്. എന്നെ കയറി വന്ന് ഒരുപാട് മാത്രം അമിതമായി സ്നേഹിച്ചു. അവളെ യഥാർത്ഥ സ്നേഹം കിട്ടാനായി കാട്ടിക്കൂട്ടി കരുണയില്ലാത്ത പ്രവൃത്തികളും എല്ലാം ഞാൻ അവസാനിപ്പിച്ചു പറ്റൂ. എന്റെ ജീവിതത്തിൽ നല്ല ഭാര്യ സ്നേഹം വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതി ആശ്വസിച്ചോളാം. എന്നാലും എന്നെ ഈ നിലയിൽ എത്തിച്ച് എൻ്റെ അച്ഛനും അമ്മയും അവരെനിക്ക് തെരുവിൽ വലിച്ചെറിയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ജയേട്ടാ, ഇവർ ഇതുവരെ റെഡിയായിട്ടില്ല. ഉച്ചയ്ക്ക് മുന്നേ എത്താമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എടോ, അവർ ഇത്രയും കൊല്ലം ഒരുമിച്ച് സന്തോഷത്തിലാണ് ജീവിച്ചത്. അവരോട് ഞാനിത് എങ്ങനെ പറയും? നിങ്ങളെന്താ മനുഷ്യർ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ഇവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചിരിക്കുവാണല്ലോ. ആരുടെ? നീ നിന്റെ മോന് പോയി ഇറങ്ങെടുത്ത് 4 40 അവര് വിഷം കുത്തിവെച്ച് ഈ നിലയിൽ എത്തിച്ചിട്ട് അതെന്റെ അപ്പൻ്റെ അമ്മയുടെ കുറ്റമാക്കി മാറ്റിയല്ലേ? എന്നാൽ ഇവിടെ നോക്ക്, എന്താണ് ഇപ്പോൾ കുഴപ്പം? എത്ര നല്ല രീതിയിലാണ് അവൾ വളരുന്നത്. കാരണം ഞാൻ പറയാം, 3 മാസം പ്രായമുള്ളപ്പോൾ മുതൽ അവളെ നോക്കിയത് ഇവരാണ്. അവള് വിഷം കുത്തിവെക്കാൻ ചെറുപ്പത്തിൽ ആരുമില്ലായിരുന്നു. എന്നാൽ അവന്റെ കൂട്ടുകിട്ടും ദൂർത്തടിക്കാൻ നീ അവന് കൊടുക്കുന്ന പണവും കൂടി ആയപ്പോ എല്ലാം ശരിയായി. ഞാൻ എൻ്റെ മാതാപിതാക്കളെ എങ്ങോട്ടും വിടുന്നില്ല. എൻ്റെ മക്കളെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇനി ഇവിടെ തന്നെ തുടരുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടാം, അല്ലെങ്കിൽ മടങ്ങിപ്പോണം. അമ്മേ, അച്ഛൻ പറയുന്നത് കേൾക്കാമേ. മുത്തശ്ശനും മുത്തശ്ശിയും പ്രായമാണ്. അമ്മേ, അവർക്ക് അമ്മയെ ജീവനാണ്. എടി, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? നീണ്ടു പോകരുത്. തൊട്ടു പോലെ നമ്മളത് നിനക്ക് തോന്നും പോലെ പന്താണവളും അല്ല അവള്. ഇത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചൊരു ഭാര്യയെ നിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഞാൻ കൊണ്ടുവന്നു. ഇനി എന്നെ അതിന് കിട്ടില്ല. പറ്റുമെങ്കിൽ മാത്രം നിനക്ക് എന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് പോവാം. ഇതാണ് എന്റെ തീരുമാനം. അച്ഛാ, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വേണം. അപ്പോഴേ ഇതൊരു നല്ല വീടാണ്. അതെ മോളെ, എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുമ്പോഴേ ഒരു വീട് കുടുംബമായി മാറും. ഞാൻ ഒരുപാട് സമ്പാദിച്ചു, പക്ഷെ സ്നേഹവും സമാധാനവും സമ്പാദിക്കാൻ ഈ അച്ഛന് കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി മോളെ, തോറ്റുപോയി. മോനെ, നീ കരയില്ലേടാ. നിന്റെ സന്തോഷം മാത്രമേ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ വിഷമിക്കുന്ന ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ജയേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇന്നു മുതൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാം. ഞാൻ എങ്ങോട്ടും പോണില്ല. പോരെ? മംഗളം ഭവന്തു.